മുള്ളരിങ്ങാട്, ചുള്ളിക്കണ്ടം, പാച്ചേറ്റി, കടവൂർ, പുന്നമറ്റം മുതലായ ജനവാസ മേഖലയിൽ കഴിഞ്ഞ 40 വർഷത്തോളം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. എന്നാൽ 3 വർഷം മുൻപാണ് ആദ്യമായി ഇവിടെ കാട്ടാനകൾ എത്തുന്നത്. പിന്നീടവ മടങ്ങിപ്പോയില്ല. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇതോടെയാണ് കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ വനംവകുപ്പ് ദൗത്യം ആരംഭിച്ചത്. ഈ കാട്ടാനകളെ അത് വരുന്ന മൂന്നാർ ഡിവിഷനിലെ നേര്യമംഗലം റേഞ്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് തന്നെ തിരിച്ച് തുരത്തുന്നതിനായിട്ടുള്ള ഒരു ഡ്രൈവാണ് നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ 2ാം ഘട്ടമാണ്. ആദ്യ ഘട്ടം ഞങ്ങൾ വിജയകരമായി ചെയ്യുകയുണ്ടായി. 15 പേരടങ്ങുന്ന 4 സംഘങ്ങളെ തിരിഞ്ഞാണ് ദൗത്യം പുരോഗമിക്കുന്നത്. ആനകളെ കോതമംഗലം റേഞ്ചിൽ നിന്നും നേര്യമംഗലം വനമേഖലയിലേക്ക് തുരത്താനാണ് തീരുമാനം. മേഖലയിലെ പ്രധാന റോഡിൽ കാട്ടാനകൾ സ്ഥിരം തമ്പടിക്കാൻ തുടങ്ങിയതോടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ അടക്കം സുരക്ഷയിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ടായിരുന്നു. ഈ സ്കൂൾ ബസ്സുകളും കുട്ടികളും ദൈനംദിന ആയിരക്കണക്കിന് പേര് ജോലി എടുക്കാൻ പോകുന്ന പ്രദേശത്ത് ആകപ്പാടെ ഒരു ഏക സഞ്ചാരപാതയാണ്. ആ പാതയിലാണ് മിക്കവാറും ആനകൾ തമ്പടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് കുട്ടികളുടെ അടക്കം ജോലിക്ക് സ്ഥിരം പോകുന്നവരുടെ അടക്കം ജീവനും പിന്നെ നമ്മുടെ സ്വത്തിനും ഭീഷണിയാണ്. ആനകളെ തുരത്തിയാൽ ഉടൻ വനവകുപ്പ് നിർമ്മിച്ച സൗരോർജ്ജ വേലി ചാർജ് ചെയ്യും. ഇതോടെ പൂർണ്ണമായും മേഖലയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.